പൊന്നു വിളയുന്ന മണ്ണ്. ഈ ജില്ലയിൽ 50,000 കിലോ ശേഖരം ഇനി ഇന്ത്യയുടെ സ്വർണ്ണ ഖനി. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യയുടെ സ്വർണ്ണ ഖനിയാകാൻ ഒരുങ്ങുകയാണ് ഇവിടം. ആന്ധ്രാപ്രദേശിലെ കുർണൂർ ജില്ലയിലെ ജോനഗിരി ഗ്രാമത്തിൽ മാത്രം 50 ടൺ, അതായത് 50,000 കിലോഗ്രാം സ്വർണ്ണ ശേഖരമുണ്ടെന്നാണ് കണക്ക്. വരും വർഷങ്ങളിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഉൽപ്പാദക സംസ്ഥാനമായി ആന്ധ്രാപ്രദേശ് മാറുമെന്നാണ് കണക്കാക്കുന്നത്. ഖനന മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനുള്ള സർക്കാരിൻ്റെ നീക്കവും പുതുതായി കണ്ടെത്തിയ വൻ ധാതു സമ്പത്തുമാണ് ഈ മാറ്റത്തിന് പിന്നിൽ. ഖനന പ്രക്രിയ പൂർണ്ണതോതിൽ സജ്ജമാകുമ്പോൾ സ്വർണത്തിനായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്ന ഇന്ത്യയുടെ രീതി തന്നെ മാറി മറിയുമെന്നാണ് പ്രതീക്ഷ. ഖനന ഭൂഗർഭ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ഉദ്ധരിച്ച് വിവിധ ദേശീയ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നു. രാമഗിരി, ജബകുല, ചിരിഗുണ്ട തുടങ്ങി മറ്റ് 4 സുപ്രധാന ഇടങ്ങളിൽ കൂടി സ്വർണ്ണ ഖനനത്തിനുള്ള സാധ്യതകൾ ആന്ധ്ര സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട്. വരും കാലങ്ങളിൽ കൂടുതൽ ഖനന സാധ്യത തെളിയുന്നതിലൂടെ വൻ കുതിപ്പാണ് സംസ്ഥാനം ലക്ഷ്യമിടുന്നത്. ഇന്ത്യയുടെ ആഭ്യന്തര ആവശ്യങ്ങളെ നേരിടാൻ 800 ടൺ സ്വർണ്ണമാണ് ആവശ്യമുള്ളത്. 26 വർഷങ്ങൾക്ക് മുൻപ് KGF കോലാർ ഗോൾഡ് ഫീൽഡ് അടച്ചുപൂട്ടിയതോടെ ആഭ്യന്തര സ്വർണ്ണ ഉൽപ്പാദനം ഇന്ത്യയിൽ കുത്തനെ കുറഞ്ഞിരുന്നു. വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യുമ്പോഴുള്ള ചെലവും ഭീമമാണ്. കർണാടകയിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഖനനം വെറും 1.5 ടൺ മാത്രമാണ്.